ഹലോ, ഇന്ന് ഞങ്ങൾ ഓച്ചിറയിലേക്ക് പോവുകയാണ്. അവിടെ വൃശ്ചികോത്സവം എന്ന് കേട്ടിട്ടുണ്ട്. ഞാനും ഉമ്മയും വാപ്പി എൻ്റെ മോനും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടി ദൂരത്തിട്ടിട്ട് നടന്ന ഓച്ചിറ അമ്പലത്തിലേക്ക് കയറിയത്. എൻ്റെ പൊന്നു, അവിടെ ചെന്ന് കയറിയപ്പോൾ ഞെട്ടി. വൃശ്ചികോത്സവം 10 ആയതുകൊണ്ടാണോ ഇത്രയും തിരക്കെന്ന് എനിക്കറിയില്ല. ഈ പൂവൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ചത് ഓർമ്മ വരും. പണ്ട് ഓച്ചിറയിൽ പോയി കഴിഞ്ഞാൽ ജമന്തിപ്പൂ, പേരെഴുതിയ മോതിരം, പിന്നെ അച്ചുമൈലാഞ്ചി, ഇതൊക്കെ മെയിനായിരുന്നു. നടന്ന് കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നടന്ന് കണ്ട് ഞാൻ തപ്പിയത് പേരെഴുതുന്ന മോതിരം. കാരണം പണ്ടേ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അച്ചുമൈലാഞ്ചി കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റത്തില്ല. അങ്ങനെ ഞാനൊരു പേരെഴുതിയ മോതിരമൊക്കെ വാങ്ങി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഞാൻ എഴുതിയത്. കയറി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എൻ്റെ മോൻ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്നെല്ലാം കണ്ടു. തൊട്ടിയാട്ടം, വള്ളം, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഗെയിംസ് ഉണ്ടായിരുന്നു. ഈ കുറേ ആക്ടിവിറ്റീസ് അവർ ഈ വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാല, വള, കമ്മൽ. നമ്മൾ കടയിൽ നിന്ന് 300-400 രൂപയ്ക്കൊക്കെ വാങ്ങുന്നത് ഇവിടെ തുച്ഛമായിട്ടുള്ള 100-150 രൂപയുള്ളൂ. പിന്നെ ഏത് ഉത്സവം വന്നാൽ ഈ തലയാട്ടുന്ന പട്ടി വൈറലാണല്ലോ. അങ്ങനെ ഞങ്ങൾ തലയാട്ടുന്ന ഒരു പട്ടിയും വാങ്ങിയിട്ടുണ്ട്. ആദ്യമേ ഒരു കോളിഫ്ലവർ വാങ്ങി ഞാൻ കഴിച്ച്. കോളിഫ്ലവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബജ്ജി കടിച്ചപ്പോഴും മനസ്സിലായി ഭയങ്കര എരിയായിരുന്നു. ആ എരി മാറ്റാനായിട്ട് ഒരു കോട്ടൺ ക്യാൻഡി ഐസ്ക്രീം കഴിച്ച്. ആദ്യമായിട്ട് ഞാനിത് കഴിക്കുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഓരോ സോഡാ സർവത്തും കുടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അത്ര തിരക്കാണ്, അതുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു എന്താ സുഖം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.